ഒരു പരാതിയും വരുന്നതിന് മുമ്പാണ് പാർട്ടി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പരാതികൾ വന്നിരിക്കുന്നു. അതിൻ്റെ മുൻപിലുള്ള പോലീസ് ആക്ഷൻ സ്വാഭാവികമായും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പോലീസ് ആക്ഷൻ സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് ഒത്തുചേർന്ന് നടപടിയെടുക്കുമെന്ന് കുറച്ചു മുൻപ് തന്നെ ഷാഫി പറമ്പിൽ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിന് സ്വാഭാവികമായി ഒരു പാർട്ടി സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ ആ ഘട്ടത്തിൽ ആ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പ്രസ്താവനയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിന് കോൺസെൻഷ്യൽ ആയിരുന്നു എന്നുള്ളത് പെൺകുട്ടി പരാതി കൊടുത്ത സ്ഥിതിക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇത്തരം കാര്യങ്ങളിലെ കോൺസെൻസസ് ഉണ്ടെങ്കിൽ പോലും അത് മാനുഫാക്ചർഡ് കൺസെൻ്റ് ആണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതാണ്ട് കോൺഗ്രസ്സുകാർ മുഴുവനായി തള്ളിപ്പറയുമ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ ഷാഫി പറമ്പിലിനെ ഇതിലേക്ക് ബന്ധിപ്പിക്കാം എന്നുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഷാഫി നമ്മൾ രാഷ്ട്രീയത്തിലോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്വഭാവ വൈകൃതങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ള വളരെ ലളിതമായ യുക്തിക്ക് എന്ത് പിന്തുണയാണ്, എന്ത് അടിസ്ഥാനമാണോ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി പ്രവർത്തിച്ചിരുന്ന ശിവശങ്കർ ഒട്ടേറെ കേസുകളിൽ പ്രതിയായപ്പോൾ ഇതിലൊന്നും മുഖ്യമന്ത്രിക്ക്, അതൊക്കെ ഔദ്യോഗികമാണ്, ഇതിലൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു അറിവുമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം രാഷ്ട്രീയത്തിൽ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഷാഫി പറമ്പിലും ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ ആരോപിക്കുന്നത്. അതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. അതൊന്നും ശരിയാണ് എന്ന് അങ്ങ് ആലോചിക്കുക. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് നേതാക്കൾ ഇപ്പോൾ നോക്കൂ, ഈ പെൺകുട്ടിയുടെ പുതിയ മെയിലിൽ ഫെനിക്കെതിരെയുള്ള പരാതിയുണ്ട്. കൂടെ നിന്ന് സഹായിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ഷാഫിക്ക് അറിയില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു വാചകം അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അങ്ങ് പറയാമോ? പാർട്ടി നടപടി എടുത്തിരിക്കുന്നു, ആ പാർട്ടി നടപടിയെ ഞാൻ പൂർണ്ണമായും പിന്താങ്ങുന്നു എന്ന് ഷാഫി പറയുമ്പോൾ ഇനി പാർട്ടി നടപടി എടുക്കണം, ഭാവിയിൽ നടപടി എടുക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി പാർട്ടിയുടെ കാര്യങ്ങൾ പറയേണ്ടത് പാർട്ടിയുടെ പ്രസിഡന്റാണ്, വർക്കിംഗ് പ്രസിഡന്റായി താനല്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ കൃത്യമായ സംഘടനാപരമായ നിലപാടാണ് ഷാഫി പറയുന്നതെന്നാണ് ഞാൻ പിന്നെ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായതുകൊണ്ടാണെന്ന് വിചാരിക്കാം. പോട്ടെ, കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ പ്രതികരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായി പ്രതികരിക്കുന്നത്? കെ മുരളീധരൻ കോൺഗ്രസിന്റെ കെ മുരളീധരനേക്കാൾ ഔദ്യോഗികമായി വളരെ ഒരു സ്ഥാനമുണ്ടെങ്കിൽ തന്നെ വളരെ ജൂനിയറായ ഒരാളാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലല്ല ഇതിൽ പ്രതികരിക്കേണ്ടത്. ഇതിൽ തന്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ ഷാഫി പറമ്പിലല്ല അതിൽ പ്രതികരിക്കേണ്ടത്. പാർട്ടിയിലെ മുതിർന്ന KPCC എടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ളതല്ലാണ് അദ്ദേഹം. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റ് അല്ല പ്രതികരിക്കേണ്ടത്, പ്രസിഡന്റാണ് പ്രസിഡന്റ്. പക്ഷേ ഷാഫി ഇതുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് പറയുന്ന ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്ത ആൾക്ക് ചെയ്ത കുറ്റങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. അതും ശരിയാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇതേവരെ എടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി സ്വീകരിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു നടപടിയുമായും കോൺഗ്രസിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അടിസ്ഥാനപരമായി ഇത് താമസിക്കുന്നതിൽ മാത്രമേ കോൺഗ്രസിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ നടപടിക്ക് നല്ല വേഗമായിരുന്നു അല്ലേ? പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള നടപടിക്ക് നല്ല വേഗമായിരുന്നു. അത് പരാതി ലഭിക്കുന്നതിന് മുമ്പ് ചെയ്തു എന്നുള്ളത് ശ്ലാഘനീയമാണ്. അതിന് കോൺഗ്രസിനെ എല്ലാവരും പുകഴ്ത്തിയിട്ടുണ്ട്, ആ നടപടി എല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ മുടന്തലിന് അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. പരാതി ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ട് പരാതി ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്തിരിക്കുന്ന മെയിൽ അതിപ്പോൾ മുഖ്യമന്ത്രിക്ക് അതല്ല അത് സംഭവിച്ചു. മുഖ്യമന്ത്രിക്ക് ആ കുട്ടി ഒരു പരാതി അയച്ചിരിക്കുന്നു, സമർപ്പിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് 4-5 ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിലുണ്ടാവുകയാണെങ്കിൽ അറസ്റ്റിലനുസരിച്ച് കോൺഗ്രസ് നിയമ നടപടി, അത് സംഘടനാപരമായ അറസ്റ്റിനാണോ നിങ്ങളും കാത്തിരിക്കുന്നത് എന്നല്ല. ഒരു ദിവസം ഇല്ല, ഒരു അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇറങ്ങിയ എംഎൽഎയുടെ കാര്യത്തിൽ സിപിഎമ്മിന്റെ നിലപാടെന്തായിരുന്നു? നമുക്ക് അങ്ങനെ കരുതാം. നാളെ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന്. കഴിഞ്ഞോ? അവിടെ കഴിഞ്ഞോ? പിന്നെ
അവിടെ കഴിഞ്ഞു എന്ന അവിടെ അത് കഴിഞ്ഞ് പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പാർട്ടി എന്ത് തീരുമാനമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. പാർട്ടി എന്ത് തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മുഹൂർത്തമായില്ല അല്ലേ? എന്തോ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോ, മുഹൂർത്തമായില്ല, നടപടിക്ക് ഒരു കാര്യം കൂടി മുഹൂർത്തമായില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നെങ്കിൽ നടപടിക്ക് മുഹൂർത്തവും കവടി നിരത്തിയൊന്നുമല്ല തീരുമാനിക്കുന്നത്. MV ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈ അറസ്റ്റിലായ ഒരു MLA രാജിവെക്കണോ വേണ്ടിയോ എന്ന് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞതാ, ഈ കേരളത്തിൽ 145 ഇന്ത്യയിലാകെ 145 MLA-മാരും 5ഓളം MP-മാരും ലൈംഗിക കേസുകളിൽ പ്രതിയാ. അവരൊക്കെ രാജിവെക്കേണ്ടതുണ്ടോ? മുകേഷിന്റെ കേസും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, അവർ രാജിവെക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചൊരു ആ ധാർമ്മികതയെ തള്ളി പറയാൻ നിങ്ങൾ ആരും തയ്യാറായിട്ടില്ല. ഒന്ന് താരതമ്യം ചെയ്യൂ. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനായി ആ അതിജീവിത സെക്രട്ടേറിയറ്റിലെത്തുന്നു. വളരെ പ്രമുഖരായ 2 ഇടതുപക്ഷ അനുഭാവികളോടൊപ്പമാണ് ആ പെൺകുട്ടി സെക്രട്ടേറിയറ്റിലെത്തുന്നത്. ആ പെൺകുട്ടി ഒന്ന് കാണുവാൻ മുഖ്യമന്ത്രി തയ്യാറായോ? ആ അതിജീവിതയുടെ കേസ് ഒന്ന് അന്വേഷിക്കാൻ അതിലൊരു FIR ഇടാൻ കേരളത്തിലെ പോലീസ് തയ്യാറായോ? ആ FIR ഇട്ടിട്ട് ആ കേസ് അന്വേഷിച്ച് അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് റഫർ ചെയ്ത് തള്ളുകയല്ലേ ഇത്? മുഖ്യമന്ത്രി എല്ലാ കേസിനോടും സ്വീകരിക്കുന്ന നിലപാടാണോ? ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ റേപ്പ് കേസിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഇന്ന് ഇതേ നിമിഷം വരെ ആ റേപ്പ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിലൊരു FIR ഇട്ടിട്ടുണ്ടോ? ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.